ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന അലിയുടെ നാളത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോയും കൂടി ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം വിശേഷത്തിലേക്ക് കിടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണാൻ ശ്രമിക്കാം. കൂടുതൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്കൊരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തന്നിട്ടും കാണുക കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ട് വേടിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എന്നെ വേണ്ടല്ലോ, ഇപ്പം സ്നേഹിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, ചോദിക്കാനും പറയാനും യാത്ര പറഞ്ഞു പോകാനും കൂടത്തി കൊണ്ടുപോകാനൊക്കെ ഇപ്പൊ ആളായല്ലോ. ആരും ഇല്ലാത്ത സമയത്ത് എന്നെ മതിയായിരുന്നു. ഇപ്പൊ എന്നെ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ അലീന തിരിച്ചും തമാശ രൂപേണ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. സാധാരണ അലീന എന്തെങ്കിലും തമാശ പറഞ്ഞ കൃഷ്ണമോള് ചിരിക്കുന്നതാണേ. മാസ്റ്റർ പിടിച്ച് മോന്തയും വീർപ്പിച്ച് കെട്ടിയിരിക്കണം. അപ്പൊ നമ്മുടെ അലീന ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? അല്ല, ഞാൻ എന്ത് വളുപ്പ് പറഞ്ഞാലും, ഞാൻ എന്ത് ചെയ്താലും നീ അതിനെ തലയാട്ടി ചിരിച്ച് നിൽക്കുന്നതായിരുന്നല്ലോ, എന്താ പറ്റിയത്? അതെ, ഈ കൃഷ്ണമോളെ മറന്നിട്ട് ഞാന് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും പുറകെ പോകും എന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ചേച്ചിയുടെ സഹോദരങ്ങളെല്ലാം ഒരുപോലെ തന്നെയാ. ഞാന് രോഹിത്തിനെയും കൊണ്ട് ഇന്ന് പോയത് എങ്ങോട്ടാന്ന് നിനക്കറിയാലോ. പിന്നെ എവിടെന്ന് എനിക്കറിയാം? എനിക്കൊന്നും അറിയത്തില്ല. ഓ, നിനക്കറിയത്തില്ല? അത് പിന്നെ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു. അങ്ങനെയാണോ ഞാൻ അറിയേണ്ടത്? എന്നോട് അലിയൻ ചേച്ചി വന്ന് പറയണം. അതെ, ഞാന് രോഹിത്തിനെയും കൊണ്ട് ശരണ്യനെ കാണാൻ പോവാണേ. അങ്ങനെ പറയുന്ന ഒരിതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് പറഞ്ഞോ? ഇല്ലല്ലോ. ഒരു പോക്ക് അങ്ങോട്ട് പോയില്ലേ? എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്ന ഓർത്തിട്ടല്ലേ. എനിക്കാണെങ്കിൽ അവിടെ വരണം, ചരണി ചേച്ചിനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല. അതിന് പകരമായിട്ട് രോഹിത് ഏട്ടനെ കൊണ്ടുപോകുന്നു. പിന്നെ ഞാനേ പിണങ്ങാതെ എന്താ ചെയ്യേണ്ടത്? അശ്വടി, ഇതെന്തൊരു പിണക്കാടി. അതെ, ഞാൻ അടുത്ത ആഴ്ച പോകുന്നുണ്ട്. പോകുമ്പോ നിന്നെ കൊണ്ടുപോകാം. ഒരു കാര്യമുണ്ട് കേട്ടോ, പോകുന്നതിന് 2-3 ദിവസം മുമ്പ് ഞാൻ പറയും. അപ്പൊ ഒന്ന് ബുക്ക് ചെയ്യണം നീ. കാരണം വേറെ ആൾക്കാർ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിലേ പിന്നെ നിന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും മുഖം വീർപ്പിച്ചോ ഒരു കൊട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബുക്ക് ചെയ്യണോ? ബുക്ക് ചെയ്യണം. ഈ അലീന ചേച്ചി കുറച്ച് ഡിമാൻഡ് കൂടുതലാ, അതുകൊണ്ട് ബുക്ക് ചെയ്തേ പറ്റൂ. ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി പോകുമ്പോ കൊണ്ടോ കേട്ടോ, എന്നെ കൊണ്ടോണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും അലീന ചേച്ചിയോട് മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ കുറുമ്പിയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ അലീന നമ്മുടെ കൃഷ്ണമോളുടെ ചെവിയിലൊക്കെ പിടിച്ചു, ഇങ്ങനെ തിരിച്ചിട്ട്, നിന്നെ എനിക്ക് ഇഷ്ടല്ലേടി, നിന്നെ അല്ലെങ്കിൽ പിന്നെ ആരെയാടി ഞാൻ സ്നേഹിക്കുന്നത്? ഇവരാരും ഇല്ലാത്തപ്പോ നീയല്ലേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഇവരോട് എനിക്ക് പറയാൻ പറ്റുമോ? നിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നോണ പറയല്ലേ. ബബിതേച്ചി ചോദിക്കുമ്പോ ബബിതേച്ചിയോട് പറയില്ലേ ബബിതേച്ചിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടന്ന്. പിന്നെ രോഹിതേട്ടൻ ചോദിക്കുമ്പോ രോഹിതേട്ടനോട് പറയുമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം രോഹിതേട്ടനെയാണെന്ന്. കള്ളിയേ അലീന ചേച്ചിയാ അവസരത്തിനൊത്ത് നിൽക്കും, എനിക്കറിയാം. അതെ, ചില സമയം നമ്മൾ അവസരത്തിനൊത്ത് നിൽക്കണം. അവസരത്തിനൊത്ത് നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. മോളിങ് എണീറ്റ് വന്നേ. അതെ, പഠിക്കാനും എഴുതാനും ഒന്നും ഇല്ലേ? ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണോ? പോയി മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണേ. ഞാൻ പഠിച്ചോളാം. ഇനിയിപ്പം എനിക്ക് പഠിക്കാൻ കുറച്ച് ഉഷാറ് കൂടും. അലീന ചേച്ചി ഇവിടെ ഇല്ല, അതുകൊണ്ട് രസമില്ലായിരുന്നു. അപ്പൊ എനിക്ക് പഠിക്കാനൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാതിരുന്നത്. പിന്നെ അലീന ചേച്ചി എന്നെ കൊണ്ടുപോയില്ലല്ലോ, അതിന്റെ ചെറിയൊരു പരിഭവം പിണക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ പഠിച്ചോളാമേ. അതെ, എനിക്കൊരു ഒരു ചായ ഇട്ട് തരുമോ? ഒരു ചായ ഇട്ട് തരാണെങ്കിൽ പഠിക്കാൻ ഇച്ചിരി ഉഷാറായേനെ. ചായ വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, പഠനത്തിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. ചായയൊക്കെ ഇട്ട് തരാം, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ രോഹിത്തും അകത്തേക്ക് കയറിപ്പോയി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഉണ്ട്. അപ്പം അലീന അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ വന്നു. ബാലചന്ദ്രൻ രോഹിത്തിനെ കണ്ട ഉടനെ പോയിട്ട് വന്നോ, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? അവരെ എല്ലാരെയും കണ്ടോ? എല്ലാവരും നിന്നോട് എങ്ങനെയാ പെരുമാറിയത്? അത് പിന്നെ എല്ലാവരും എന്നോട് പെരുമാറിയത് സത്യം പറയാലോ അച്ഛാ, ഞാൻ അവിടെ പോകണ്ട എന്ന് ഓർത്തിരുന്നതാ. അലീന ചേച്ചി എന്നെ വിളിച്ചപ്പോഴും ഞാൻ ഓർത്തു, ഹേയ് പോകണ്ട, പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോഴാ എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹമാണെന്നറിയോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കൊക്കെ ഇപ്പം എന്നെ ഭയങ്കര ഇഷ്ടാ. അലീന ചേച്ചിനെ ഉണ്ടല്ലോ, അവര് എന്തോ ദൈവത്തെ പോലെയാ കാണുന്നത്. അതുപോലെയാ അലീന ചേച്ചിയോട് അവര് സംസാരിക്കുന്നതും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. അലീന ചേച്ചിയോട് സ്നേഹമുള്ളതുകൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാവരോടും അവർക്ക് സ്നേഹ. പിന്നെ അലീന ചേച്ചി പറഞ്ഞു പറഞ്ഞ് ഇവിടുത്തെ ഓരോ എന്താ പറയാ തൂണും തുരുമ്പും ഒക്കെ അവർക്കറിയാം. പിന്നെ അവിടെയുള്ള ആ ശരണ്യയുടെ അച്ഛനില്ലേ, ആദ്യമൊക്കെ എന്റെ മുഖത്ത് നോക്കുന്നില്ലായിരുന്നു. പിന്നെ പിന്നെ പതുക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊക്കെ സ്നേഹമായി. അവരെന്തൊക്കെയോ ഞങ്ങൾ ചെന്നതിന്റെ ഇതില് ചായ ഇടുന്നു, സ്നാക്സ് തരുന്നു, എന്തോ എനിക്കറിയില്ല. സത്യം പറഞ്ഞാലേ അവരുടെ ആ ഒരു ചെറിയ വീടാണെങ്കിലും സ്വർഗലോകം പോലെ തന്നെയാ എനിക്ക് തോന്നുന്നത്. അതുപോലെ അവരവിടെ ജീവിക്കുന്നത്. ഇത്രയും വലിയ മണിവാടികൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന കാണാനേ ഒരു പ്രത്യേക രസം തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രന്റെ മുഖമൊക്കെ അങ്ങ് മാറിയിട്ടോ. ഏതായാലും ഇവരുടെ മനസ്സിലുണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനല്ല,
രോഹിത് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം, ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അങ്ങനെ അതിൽ ഫ്രഷ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ചായയൊക്കെ ഇട്ടുകൊണ്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അലീന. അങ്ങനെ അലീന ചെന്നു. അപ്പം അലീന രാവിലെ മുഴുവിപ്പിക്കാതെ പോയൊരു കാര്യമുണ്ടല്ലോ, വന്നിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ബാലചന്ദ്രനും പറഞ്ഞു വന്നിട്ട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പം അവര് ബാക്കി ആ ഒരു സംസാര ഘട്ടത്തിലേക്ക് കടക്കാണ്. ഏതായാലും നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഞാൻ പറയാൻ പോകുന്ന സീൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, ചായയൊക്കെ ഊതി ഊതി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അലീന പറഞ്ഞു അത് പിന്നെ അച്ഛ ഞാന് രാവിലെ പറഞ്ഞില്ലേ ഒരു കാര്യം. രാവിലെ നീ പറഞ്ഞ കാര്യോ? എന്ത് കാര്യം? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു അവരുടെയൊക്കെ ഇടപെടൽ രോഹിത്തിനോട്? അത് പിന്നെ രോഹിത് പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു എങ്കിലും നിന്റെ വായും കൊണ്ടും കൂടെ ഒന്ന് കേൾക്കാൻ വേണ്ടി ചോദിക്കുക, എങ്ങനെയുണ്ടായിരുന്നു? അത് പിന്നെ അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ സിമ്പിളാ, വെറും സിമ്പിള്. അവരൊക്കെ സാധാരണ മനുഷ്യരല്ലേ അച്ഛാ. നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എന്താ പറയാ, ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് അവർക്ക് അറിയാം. പക്ഷെ എന്നെ കാണുമ്പോഴത്തേക്കും അവർ തരുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആ ഒരു ബഹുമാനം തന്നെയാണ് രോഹിത്തിനും കൊടുത്തത്. ഞാനും സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല രോഹിത്തിനെ ഇങ്ങനെ അവർ സ്വീകരിക്കുമെന്ന്. ഏതായാലും അവർക്ക് ആർക്കും രോഹിത്തിനോട് ഒരു ദേഷ്യമില്ല. അവർക്ക് എല്ലാവർക്കും രോഹിത്തിനോട് ഇഷ്ടം തന്നെയാണ്. പിന്നെ ഇച്ചിരി ഒരു ദേഷ്യം ഉണ്ടായിരുന്ന ശരണയുടെ അച്ഛന് പോലും ഇപ്പൊ രോഹിത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതൊന്നും പറയാനല്ല അച്ഛ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാനൊരു കാര്യം പറയാം, അച്ഛൻ പറയുന്നത് അനുസരിച്ച് അച്ഛൻ പറയുന്നത് കേട്ട് ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്നില്ലേ, ഇനി ഇനി എനിക്ക് പൊക്കൂടെ അച്ഛ, ഞാൻ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓഹോ അപ്പം നീ രണ്ടും കൽപ്പിച്ചാണോ അലീനെ? അതെ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. ഇനി ശരിയാവില്ല അച്ഛ, ഞാന് ഇവിടെ നിന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. അറിയാലോ ഞാൻ ഇനി ഇവിടെ നിൽക്കും തോറും എന്താ ഉണ്ടാകാൻ പോവുക, മേഡത്തിന് എന്നോടുള്ള ദേഷ്യം കൂടും, അതുപോലെ മേഡത്തിന് അച്ഛനോടുള്ള ദേഷ്യം കൂടും, മക്കളോടുള്ള ദേഷ്യം കൂടും, പിന്നെ ഒരു കുടുംബം തകർന്നു പോകും. ഒരു കുടുംബം തകർത്ത ഒരു രാക്ഷസിയെ പോലെ എന്നെ എല്ലാവരും കാണും. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇനിയെങ്കിലും ഞാൻ പറയുന്ന അച്ഛനൊന്ന് കേട്ടൂടെ? ഞാൻ ഇവിടുന്ന് പൊക്കോളാം അച്ഛാ, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി സെറ്റാക്കി തന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം, അച്ഛനെ കാണാനും എന്റെ സഹോദരങ്ങളെ കാണാനും ഒക്കെ ആയിട്ട്. അറിയാലോ അച്ഛാ, ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഇങ്ങോട്ടേക്ക് കയറി വന്നത്. എന്റെ അമ്മയൊന്ന് കാണണം, എന്റെ അമ്മയോട് സംസാരിക്കണം, എന്റെ അമ്മയുടെ കൂടെ ഒന്ന് ഇരിക്കണം, എന്റെ അമ്മയുടെ കയ്യിലൊന്ന് പിടിക്കണം. എന്നിട്ട് ദേ എന്നെ ഇതുവരെ എന്റെ അമ്മയുടെ കൈ പിടിക്കാനോ എന്റെ അമ്മയുടെ മുഖത്തോട് മുഖം നോക്കി കുറച്ചു നേരം സ്നേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താ? എനിക്ക് അതിനുള്ള യോഗമില്ല. അതുകൊണ്ട് വേണ്ട, ഇനിയിപ്പം ബബിതയുടെയും രോഹിത്തിന്റെയും കൃഷ്ണമോളുടെയും യോഗമൊന്നും ഞാൻ തകർത്ത് കളയുന്നില്ല. അവര് അച്ഛന്റെയും അമ്മയുടെയും കൂടെ സുഖമായിട്ട് ജീവിക്കണം. പണ്ടത്തെ പോലത്തെ ആ ഒരു സ്വർഗം ഇവിടെ നിങ്ങൾ പണിയണം. അതാ ഇനി വേണ്ടത്. ഇനി ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പോവാ അച്ഛ, പ്ലീസ് അച്ഛ, എന്നെ ഇനി ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞപ്പം അപ്പൊ നീ രണ്ടും കൽപ്പിച്ചു പോവാൻ തീരുമാനിച്ചല്ലേ? തീരുമാനം എടുത്തിട്ടല്ലേ നീ ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അത് പിന്നെ ഞാൻ തീരുമാനിച്ചു. അല്ലെ എന്റെ സമ്മതം വേണ്ടേ നിനക്ക് ഇവിടുന്ന് പോകാനായിട്ട്? പറഞ്ഞല്ലോ അച്ഛ, അച്ഛന്റെ സമ്മതത്തോടു കൂടിയാ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും ദിവസം ഇവിടെ നിന്നതും അറിയാലോ മേഡം പലപ്പോഴും എന്നെ ആട്ടി ഇറക്കി ഇവിടുന്ന് പോകാൻ പറഞ്ഞപ്പോഴും ഞാൻ പോകാൻ ഒരുങ്ങി തയ്യാറായതാ. ഈ വീട്ടിന് പടി ഇറങ്ങി പോയതാ. എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചതാ. അപ്പോഴും എല്ലാം അച്ഛൻ എന്റെ പുറകെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ നിർത്തി. എന്തോ ചിലപ്പം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരിക്കും. അതായിരുന്നായിരിക്കാം ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ചെയ്തില്ലേ? രോഹിത്തിന്റെ കാര്യം ശരിയായി, ബബിതയുടെ കാര്യം ശരിയായി, കൃഷ്ണമോള്, അതുപോലെ ഇനിയിപ്പം മേഡവും അച്ഛനും കൂടെ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതും കൂടെ തീർന്നു കഴിഞ്ഞാല് അതല്ലേ അച്ഛാ വേണ്ടത്? എനിക്ക് നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുന്നതല്ലേ കാണേണ്ടത്? ഞാൻ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വീട്ടില് ഇതുപോലെ ജോലി ചെയ്തോളാം. ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിപ്പെടുത്തി തന്നാൽ മതി. പിന്നെ മനുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ജോലി ശരിപ്പെടുത്തി തരാമെന്ന്. എനിക്ക് അത് മതി അച്ഛാ. അല്ലാതെ ഇനി ഈ വീട്ടിൽ എനിക്ക് താമസിക്കണ്ട. ഇനി ഈ വീട്ടിൽ ഞാൻ താമസിക്കും തോറും ഞാൻ അലീനെ അല്ലാണ്ടായി പോവാ. എന്നെ ബ്രിജിറ്റാമ്മ പഠിപ്പിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാലോ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെയാണ് ഞാൻ ഇവിടെ കയറി വന്നത്. ഒരിക്കലും നിങ്ങളോട് ആരോടും തുറന്നു പറയണം, നിങ്ങളുടെ ആരുടെയും മുമ്പിൽ ഒരു അവകാശവും അധികാരവും ഒന്നും എടുക്കണം എന്നോർത്തല്ല ഞാൻ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, അറിഞ്ഞോ അറിയാതെയോ ആ സത്യം അച്ഛന്റെ കൈകളിൽ എത്തിപ്പോയി. അത് ഞാൻ ഇവിടെ വന്നതുകൊണ്ടല്ലേ. ഓഹോ, അപ്പൊ നീ ഒരു കാര്യം ഓർക്കണം, നീ ഇവിടെ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും വഞ്ചിച്ച ഒരു ഭാര്യയുടെ ഭർത്താവായിട്ട് ജീവിതം മുഴുവനും നരകിച്ച് ഇവിടെ ജീവിക്കേണ്ട വരില്ലായിരുന്നോ? അതല്ലായിരുന്നോ എനിക്ക് പറ്റി പോകുന്നത്? സത്യം പറഞ്ഞാൽ എന്നെ കണ്ണു തുറപ്പിച്ച അലീനെ നീയാ. നീ എന്റെ മുമ്പില് വെറും അലീനയല്ല, എന്റെ രക്ഷകയാ, എന്റെ രക്ഷക. എല്ലാവരിൽ നിന്നും എന്നെ രക്ഷിച്ച എന്റെ രക്ഷക. ആ രക്ഷകനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന എന്റെ മോളായിട്ട് തന്നെയാ. നീ ഇവിടെ നിന്ന് പോയാല് അറിയാലോ, ഒന്ന് സംഭവിക്കാനേ ഉള്ളൂ. നിന്റെ അമ്മ അത് എല്ലാ സത്യങ്ങളും അറിയും. നീ ആരാണെന്നും
അതുപോലെ തന്നെ 10-23 വർഷം മുമ്പ് നിന്റെ അമ്മ നടത്തിയ ഓരോ ഓരോ കഥകളും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ഇപ്പം വൈജ മറ്റു 2 മക്കളുടെ മുമ്പിൽ മുഖമുയർത്തി നിൽക്കുന്നുണ്ടല്ലോ. അല്ല, 3 മക്കളുടെ മുമ്പിൽ മുഖമുയർത്തി നിൽക്കുന്നുണ്ടല്ലോ. കൃഷ്ണമോൾക്ക് സത്യങ്ങളൊക്കെ അറിയാം. രോഹിത്തിനോടും ബബിതയോടും ഞാൻ ഇത് പറയും. അല്ല, അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് ഭീഷണിയായിട്ടൊന്നും മോള് കരുതണ്ട. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ ഇത് ഇത് തന്നെ ഉണ്ടാകാൻ പോകുന്നത്. വേണമെങ്കിൽ നിനക്ക് ഇനി പോകാം. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഒരിക്കലും ഭീഷണിയുടെ സ്വരത്തിൽ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞ് മോള് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിനക്ക് പോണെങ്കിൽ പോകാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്താണെങ്കിൽ അലീന പോകുന്നതിന്റെ നിരാശയിലാണ് രോഹിത്തും ബബിതയും അതുപോലെ കൃഷ്ണമോളൊക്കെ. അങ്ങനെ നമ്മുടെ കൃഷ്ണയും ബബിതയും രോഹിതും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും അലീന ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കണം, അതിന് എന്താണ് ഒരു മാർഗം എന്ന് ബബിത ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അതിന് മാർഗമുണ്ടല്ലോ. ഇവിടെ ബന്ധമുണ്ടല്ലോ അലീന ചേച്ചിക്ക്. നമ്മുടെ സഹോദരി അല്ലേ അലീന ചേച്ചി, പിന്നെ എന്തിനാ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്? അപ്പോഴത്തേക്കാണ് നമ്മുടെ രോഹിത് പറഞ്ഞത്, അതെങ്ങനെ സഹോദരിയാകും? അച്ഛന്റെ മോളാണെങ്കിലല്ലേ സഹോദരിയാകത്തുള്ളൂ. ഇതിപ്പം അലീന ചേച്ചി അച്ഛന്റെ മോളല്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ സഹോദരിയാവുന്നത്? അപ്പം ബബിത ചോദിച്ചു, അച്ഛന്റെ മോളല്ലേ? അപ്പൊ അച്ഛനല്ലേ പറഞ്ഞത് അച്ഛന് പണ്ടേതോ എവിടെയോ പോയ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്ന അലീനാന്ന്. ഹേയ് അലീന ചേച്ചിന്ന്. ഹേയ് അങ്ങനെയൊന്നും അല്ല ബബിതേ. ദേ ഞാനും അലീന ചേച്ചിയും കൂടെ ഫാദറിനെ കാണാൻ പോയില്ലേ കോളേജില്. അവിടെ ഫാദറിന്റെ മുമ്പില് താനൊരു അനാഥയാണെന്നും തനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നും ആ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാമെന്നും പക്ഷേ കൈതക്കൽ അല്ല, സോറി, നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രൻ അല്ല തന്റെ അച്ഛനെന്നും തറപ്പിച്ചു പറഞ്ഞു. മാത്രല്ല എന്നോടും പറഞ്ഞു. അതുകൊണ്ട് അലീന ചേച്ചിക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അലീന ചേച്ചി വേറൊരു കാര്യം എന്നോട് പറഞ്ഞു, അലീന ചേച്ചിയും നമ്മളും തമ്മിലൊരു ബ്ലഡ് റിലേഷനും ഉണ്ടെന്ന്. അപ്പം ബബിത ചോദിച്ചു, ഇത് എങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാവുന്നത്? അച്ഛന്റെ മകളാണ് അലീന ചേച്ചി എങ്കിലല്ലേ നമ്മള് ബ്ലഡ് റിലേഷൻ ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മള് സഹോദരങ്ങളാകുന്നത്? അതെനിക്കൊരു ഇത്ര പറഞ്ഞിട്ട് ഒരു പിടിപാടും കിട്ടുന്നില്ലല്ലോ. കൃഷ്ണമോളാണെങ്കിൽ അറിയാലോ. കൃഷ്ണമോൾ ഇങ്ങനെ ഇരിക്കുക. കൃഷ്ണമോള് പറഞ്ഞു, അത് പിന്നെ അതൊക്കെ എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പൊ നമ്മുടെ അലീന ചേച്ചി നമ്മുടെ സഹോദരി അല്ലെങ്കിലും ആണെങ്കിലും അലീന ചേച്ചി നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരിയെ പോലെ തന്നെയല്ലേ. അലീന ചേച്ചി ഇനി സഹോദരി അല്ലെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുമോ? ഇല്ലല്ലോ. അത് ശരിയാ കൃഷ്ണമോളെ. അലീന ചേച്ചി സഹോദരി ആണെങ്കിലും അല്ലെങ്കിലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടത്തില്ല. കാരണം അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നത് പോലെ വേറെ ആരും അതാവില്ല. അലീന ചേച്ചിനെ പറഞ്ഞയക്കാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. പക്ഷെ അമ്മ ഇങ്ങനെ അമ്പിലും വെല്ലിലും അടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഒരു സമയത്താണ് അപ്പറെ വേറെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അലീന പറയാണ്, അലീന അല്ല, നമ്മുടെ ബാലചന്ദ്രൻ അറിഞ്ഞു കേട്ടോ, അലീന തന്റെ അച്ഛനല്ല ബാലചന്ദ്രൻ എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന്. അതായത് നമ്മുടെ രോഹിത്തിനോട് പറഞ്ഞു, അതുപോലെ ഫാദറിനോട് പറഞ്ഞു തന്റെ അച്ഛനല്ല ബാലചന്ദ്രൻ എന്ന്. അപ്പൊ ഒരു ചോദ്യം നമ്മുടെ രോഹിത് ചോദിച്ചു, ആരാണ് അലീന ചേച്ചിയുടെ അച്ഛൻ എന്ന്. അപ്പം ഇനി കൂടുതൽ ഞാനിവിടെ നിന്ന് ഇതിനൊക്കെ ഞാനൊരു ആൻസർ കൊടുക്കേണ്ടി വരുമെന്ന്. ഇത് കേട്ടതും ബാലചന്ദ്രന്റെ പിടിയും കൊണ്ട് തെറ്റി. ബാലചന്ദ്രൻ, നീ എന്താണ് ഈ പറഞ്ഞത്? ഓഹോ, അപ്പൊ ഞാൻ നിന്റെ അച്ഛനല്ലെന്നല്ലേ? ഇത്രയും നാള് ഞാൻ നിനക്ക് തന്നത് സ്നേഹമാണോ പുണ്ണാക്കായിരുന്നോ? ഞാൻ നിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞല്ലേടി നീ? അറിയാടി എനിക്ക് എത്രത്തോളം സ്നേഹിച്ചാലും നിനക്കൊന്നും അതിന്റെ വില മനസ്സിലാവത്തില്ലടി എന്ന് പറഞ്ഞു നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യട്ട് ഇറങ്ങിപ്പോടി. എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോ, എനിക്ക് കാണണ്ടാന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമാക്കിട്ടോ ബാലചന്ദ്രൻ. ഏതായാലും നമ്മുടെ ബബിത ഉണ്ടല്ലോ, ഇതൊക്കെ അറിഞ്ഞിട്ട് വല്ലാത്തൊരു ഷോക്കിലാണ്. നമ്മുടെ അലീനെ പറ്റിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ പറ്റിച്ചതുപോലെയൊക്കെ ആയി പോയല്ലോ. ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്ന് പറയുകയും അച്ഛ എന്ന് വിളിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. ബബിതയുടെ സ്വഭാവം അറിയാലോ, ഡയറക്റ്റ് ആണല്ല, നേരിട്ട് തന്നെ ചോദിക്കും. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെയും ചോദ്യം ചെയ്യുകയാണ് ആര്, ബബിത. ആരാണ് പിന്നെ അലീന ചേച്ചിയുമായി ഞങ്ങൾക്കുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദ്യം ചെയ്യണം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ബാലചന്ദ്രൻ ഒത്തിരി മുട്ടിപ്പോകത്തില്ലേ? അപ്പൊ അലീന കാണിച്ചത് സത്യം പറഞ്ഞാൽ മോശമായി പോയി. നമ്മുടെ ബാലചന്ദ്രൻ സത്യം മറച്ചു വെച്ചു, അലീന സത്യം വിളിച്ചു പറഞ്ഞു. അവിടെ ബാലചന്ദ്രന് എന്താ പറ്റുന്നത്? മക്കളുടെ മുമ്പിൽ തോറ്റു നിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പം അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പം എല്ലാവരും പറയുന്നത് പോലെ, നമ്മുടെ വൈജ പറയുന്നത് പോലെ അപ്പൊ ഒരു ബന്ധവും ഇല്ല. അപ്പം വൈജ പറയുന്ന പോലെ ഊഹാഭോഗങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബബിത ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല അലീനയുടെ മുമ്പിൽ ചെന്ന് ബബിത ചോദിക്കുകയാണ്, എന്തിനായിരുന്നു ഞങ്ങളോട് കള്ളം പറഞ്ഞ്? ഞങ്ങളെ പറ്റിക്കുകയല്ലായിരുന്നു. അലീന ചേച്ചി ഒരിക്കലും കള്ളം പറയില്ല എന്ന് വിചാരിച്ചതാണ്. ഞങ്ങളുടെ മാതൃകയായിരുന്നു അലീന ചേച്ചി. പക്ഷെ അലീന ചേച്ചി ഞങ്ങളോട് കള്ളം പറഞ്ഞില്ലേ എന്ന്. ആകപ്പാടെ മൊത്തം സീൻ വഷളാവുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. രാവിലെ ഫുൾ വിശേഷമായിട്ട് നമ്മൾ എന്നും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ എന്നും ഒരു 7:30 7:45 കൂടി നമ്മൾ ഫുൾ വിശേഷം ഇടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
നല്ലൊരു ദിവസമല്ല, സോറി, നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.